ലണ്ടനിലെ ഒരു പ്രശസ്ത ഷെഫാണ് അൻവിത ഷെട്ടി. വിവാഹത്തിലൊന്നും അവൾക്ക് ഒട്ടും വിശ്വാസമില്ല. ചെറുപ്പത്തിൽ തന്നെ മാതാപിതാക്കളുടെ വിവാഹ ജീവിതം തകരുന്നത് കണ്ടാണ് അവൾ വളർന്നത്. അമ്മ മരിച്ചതിനു ശേഷം ഒറ്റപ്പെടൽ കൂടിയപ്പോൾ വിവാഹം കഴിക്കാതെ IVF IUI ചികിത്സയിലൂടെ ഒരു കുഞ്ഞു വേണമെന്ന് അവൾ തീരുമാനിക്കുന്നു. ഒരു റാൻഡം സ്പേം ഡോണറെ തെരഞ്ഞെടുക്കാൻ അവൾ തയ്യാറായില്ല. നല്ല സ്വഭാവമുള്ള ഒരാളെ തന്നെ കണ്ടെത്തണമെന്ന് കരുതി പലരെയും കാണുന്നു. അപ്പോഴാണ് സ്റ്റാൻഡപ്പ് കൊമേഡിയനായ സിദ്ധു പൊളിഷെട്ടിയെ പരിചയപ്പെടുന്നത്. ആളുകളെ ചിരിപ്പിക്കുന്ന അവന്റെ നല്ല മനസ്സും സ്വഭാവവും കണ്ടപ്പോൾ ഡോണറായി അവനെ തെരഞ്ഞെടുക്കാൻ അവൾ തീരുമാനിച്ചു. സിദ്ധുവിനോടുള്ള അവളുടെ പെരുമാറ്റമെല്ലാം പ്രണയമായാണ് അവൻ തെറ്റിദ്ധരിച്ചത്. പതിയെ അവൻ അൻവിതയെ സ്നേഹിക്കാൻ തുടങ്ങുകയും അവളെ പ്രപ്പോസ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോഴാണ് അൻവിത തന്റെ യഥാർത്ഥ ഉദ്ദേശം തുറന്നു പറഞ്ഞത്. തനിക്കൊരു ഭർത്താവിനെ വേണ്ട, ഒരു കുഞ്ഞു മാത്രം മതി എന്നാണ് അവൾ പറയുന്നത്. ഇത് കേട്ട് സിദ്ധു ശരിക്കും തകർന്നു പോയി. അവളെ വിട്ടുപോകുകയും ചെയ്തു. പിന്നീട് അൻവിത മറ്റൊരാളെ ഡോണറായി തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുന്നത് കണ്ടപ്പോൾ അവളെ നഷ്ടപ്പെടുത്താൻ കഴിയില്ലെന്ന് സിദ്ധു തിരിച്ചറിയുന്നു. അവൻ തിരികെ വന്ന് ഡോണറാകാൻ സമ്മതിച്ചു. ആദ്യം സാധാരണ രീതിയിലാവും കുഞ്ഞുണ്ടാകുക എന്നാണ് അവൻ വിചാരിച്ചത്. പിന്നീട് IUI ചികിത്സയാണെന്ന് മനസ്സിലാക്കി അവൻ അതിനും സമ്മതിക്കുന്നു. ചികിത്സ വിജയിക്കാനായി ഡോക്ടർ നിർദ്ദേശിക്കുന്ന ഡയറ്റും വ്യായാമവും എല്ലാം അവൻ കൃത്യമായി പാലിച്ചു. ചികിത്സയ്ക്ക് മുമ്പ് ഒരു കരാറിൽ ഇരുവരും ഒപ്പിടുന്നു. അതനുസരിച്ച് ചികിത്സ കഴിഞ്ഞാൽ സിദ്ധുവിന് അമ്മയുമായോ കുഞ്ഞുമായോ യാതൊരു ബന്ധവും ഉണ്ടാവാൻ പാടില്ല. എങ്കിലും ഒരു ദിവസം കുഞ്ഞ് അച്ഛനെ കുറിച്ച് ചോദിച്ചാൽ അവന്റെ അച്ഛൻ അമ്മയെ ആത്മാർത്ഥമായി സ്നേഹിച്ച ഒരാളാണെന്ന് മാത്രം പറയണം എന്നൊരു അപേക്ഷ സിദ്ധു അൻവിതയോട് നടത്തുന്നു. ചികിത്സ വിജയിക്കുകയും അൻവിത ഗർഭിണിയാവുകയും ചെയ്യുന്നു. സന്തോഷ വാർത്ത സിദ്ധുവിനോട് പറയാൻ അവൾ ശ്രമിച്ചെങ്കിലും കരാർ ഓർമ്മിപ്പിച്ച് സിദ്ധുവിന്റെ സുഹൃത്ത് അവളെ തടയുന്നു. പിന്നീട് അൻവിത തിരികെ ലണ്ടനിലേക്ക് പോകുന്നു. ഇതിനിടെ സിദ്ധു വിജയകരമായ ഒരു സ്റ്റാൻഡപ്പ് കൊമേഡിയനായി മാറുന്നു. അതിനിടയിൽ സിദ്ധുവിന്റെ അച്ഛൻ അവനോട് സംസാരിച്ചു. അൻവിതയുടെ തീരുമാനത്തിന് പിന്നിലെ വേദന മനസ്സിലാക്കാൻ അച്ഛൻ അവനെ സഹായിച്ചു. അപ്പോഴാണ് സിദ്ധുവിന് ഒരു കാര്യം മനസ്സിലാകുന്നത്. അൻവിതയെ ശരിക്കും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവളെ തിരികെ കൊണ്ടുവരണം. അങ്ങനെ സിദ്ധു ലണ്ടനിലേക്ക് പോകുന്നു. അവൾ ജോലി ചെയ്തിരുന്ന ഹോട്ടലിൽ ചെന്ന് അന്വേഷിച്ചു. പക്ഷെ അൻവിത അവിടെ നിന്ന് പോയെന്ന് മാത്രമാണ് അവൻ അറിയാൻ കഴിഞ്ഞത്. എന്നിട്ടും അവൻ തിരച്ചിൽ നിർത്തിയില്ല. അവൻ അവളെ ഒരുപാട് അന്വേഷിച്ചു. അവസാനം അൻവിത ആശുപത്രിയിലാണെന്ന് സിദ്ധു അറിഞ്ഞു. അവൾക്ക് പ്രസവവേദന തുടങ്ങിയിരുന്നു. ഉടനെ തന്നെ അവൻ ഹോസ്പിറ്റലിലെത്തി. പക്ഷെ ലേബർ റൂമിലേക്ക് കയറാൻ ഹോസ്പിറ്റലിലെ ജീവനക്കാർ സമ്മതിച്ചില്ല. അപ്പോൾ അൻവിത തന്നെ പറഞ്ഞു, അവനാണ് എന്റെ കുഞ്ഞിന്റെ അച്ഛൻ, അവനെ അകത്തേക്ക് കയറ്റി വിടുന്നു. ആ വാക്ക് കേട്ടപ്പോൾ സിദ്ധുവിന് ശരിക്കും സന്തോഷമായി. അങ്ങനെ ഇവർക്കും കുഞ്ഞു ജനിക്കുകയും അവർ സന്തോഷമായി ജീവിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യണേ.